ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കുട്ടികളിലൊക്കെ വെക്കേഷൻ പൂട്ടി. അപ്പോൾ എൻ്റെ മക്കളൊക്കെ അമ്മ വീട്ടിലാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ ഇഷ്ടം ഓരോ സന്തോഷവും ഒക്കെയാണ്. അമ്മ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. മൂത്ത മോനാണെന്ന് പോകാൻ പറ്റാണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇന്ന് അവൻ അമ്മ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അമ്മ വീട് എപ്പോഴും ഒരു നൊസ്റ്റാളജിയാണല്ലോ. അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, ഒരിക്കലും പോകണ്ട. അമ്മ വീട്ടിൽ നിന്ന് വെക്കേഷൻ എവിടേക്കെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ തന്നെ എത്രമാത്രം സന്തോഷിക്കൂലേ. അതുപോലെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അവർക്ക്. ഇന്ന് അവർ തൃശ്ശൂർ വലിയ വലിയ ദൂരേക്കൊന്നും പോകുന്നു വേണ്ട കേട്ടോ. അവർക്ക് അച്ഛൻ്റെ കൂടെയും, അച്ഛൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അമ്മേരെ ആങ്ങളേരെ കൂടെയും ആൻറ്റീരെ കൂടെയും ഒക്കെ പുറത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അവർ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ശക്തൻ തമ്പുരാൻ പാലസിലേക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളും കൂടി ഉണ്ടായിരുന്നു. പിള്ളേർ ഒരു 7 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മാനേജ് ചെയ്യണം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അവർ കണ്ടു. അവർക്ക് ഭയങ്കര സന്തോഷം. ഓരോ അമൂല്യമായ അമൂല്യമായ പുരാവസ്തുക്കളൊക്കെ കാണുമ്പോൾ ഓരോന്ന് ചോദിക്കുന്നത് എന്താണ്, സ്വർണ്ണപ്പെട്ടി എന്നൊക്കെ പറഞ്ഞു അവരുടെ ഒരു ആകാംക്ഷയും ഓരോ മൂർത്തി എന്താ പറയുക, ആ രൂപങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. മക്കളും അവർ എന്നിതൊരു ഓർമ്മയാണല്ലോ. അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചെറിയൊരു സ്ഥലമാണെങ്കിൽ കൂടി അവർക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളാണ് കേട്ടോ. എന്നും അമ്മ വീട്ടിൽ നിന്ന് ചെറിയൊരു കടൽ കാണാനോ ബീച്ച് കാണാനോ പോകുമ്പോൾ തന്നെ അവർക്ക് എന്തൊരു അങ്ങനെ തൃശ്ശൂർ പാലസൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ എക്സിബിഷനിൽ പോയി, അവിടെ റൈഡ്സിലൊക്കെ പോയി. അപ്പോൾ അവരുടെ ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണ് കേട്ടോ ഈ അമ്മ വീടെന്ന് പറയണത്. അങ്ങനെ നമുക്ക് സ്നേഹം തരുന്ന ആൻറ്റിയും അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക്